Hi friends, welcome to Everything Happiness channel. I am Grandmaster Captain Shaji Matthew. കപ്പലിൽ ഭൂതമോ എന്ന സംഭവ കഥാപരമ്പരയുടെ ഒന്നാം ഭാഗം ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിനു മുമ്പത്തെ പാർട്ട് 3-ൽ കപ്പൽ ചിറ്റാഗോങ്ങിൽ നിന്നും സിംഗപ്പൂരിലേക്കും സിംഗപ്പൂരിൽ നിന്ന് ആസ്ട്രേലിയയിൽ ലോഡിങ്ങിലേക്കും പോകുന്നതിനെ പറ്റി പറഞ്ഞു. ആ മൂന്നാം ഭാഗത്തിൽ പറഞ്ഞ സംഭവങ്ങൾ എന്താണെന്ന്, അതിൻ്റെ ദുരൂഹത, വളരെ കാലത്തെ സീ പരിചയത്തിലും സെയിലിംഗ് എക്സ്പീരിയൻസിലും ഇതേപോലെ ഒരു സംഭവം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. കപ്പൽ നങ്കൂരമെടുത്ത് ഫിഗർ ഓഫ് 8 നോട്ട് ഒരു കപ്പലിൻ്റെ നങ്കൂരത്തിൻ്റെ ചെയിനിൽ വരിക എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായിട്ട് കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു കാര്യമാണ്. അത് സംഭവിച്ച് നങ്കൂരം ഉള്ളിലെടുക്കാൻ പറ്റാതെ നങ്കൂരം തൂക്കി ഇട്ടുകൊണ്ട് ലേക്കാനില്ലാത്തതുകൊണ്ട്, അതായത് സമയത്തിന് ഇത്ര തീയതിക്കുള്ളിൽ തന്നെ ആസ്ട്രേലിയയിൽ എത്തിച്ചേരണമെന്നുള്ള നിർബന്ധം ഉള്ളതുകൊണ്ട് അവിടെ അത് ക്ലിയർ ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് തൂങ്ങിക്കിടക്കുന്ന നങ്കൂരവുമായിട്ട് ഫ്ലൂക്ക് കുറച്ച് ഭാഗം വെള്ളത്തിൻ്റെ മുകളിൽ കാണാം. കപ്പലിൻ്റെ സൈഡിൽ ചെറുതായിട്ട് തട്ടുന്നുണ്ട്, ബുൾബോസ് പോലെ തട്ടുന്നുണ്ട്. അതുകൊണ്ട് തൂക്കിയിട്ടുകൊണ്ട് സ്പീഡ് കുറച്ച് യാത്ര പുറപ്പെട്ട് ഫസ്റ്റിലത്തെ സംഭവവികാസം തന്നെ വളരെയധികം അൺഎക്സ്പെക്റ്റഡായിരുന്നു. സീ പ്രക്ഷുബ്ധമാണ്, റഫ് സീയാണ്, വിൻഡുണ്ട്, കാറ്റുണ്ട്, കറണ്ടുണ്ട്, കൺട്രോൾ ചെയ്യാൻ പറ്റിയിരുന്നില്ല. കപ്പൽ വൈഡ് ഇതിൽ റിസ്ക് ഓഫ് കൊളിഷൻ ഒന്നാണ്. ആദ്യത്തെ കപ്പൽ വന്ന് ശ്വാസം നിലച്ചു പോകുന്ന രംഗങ്ങളാണ് സുനാമി വരുന്നത് പോലെയോ അവിടെ ഹൊറർ ഫിലിമിൽ കാണുന്നത് പോലെയും യഥാർത്ഥ ജീവിതത്തിൽ കണ്ടു കഴിഞ്ഞപ്പോൾ പകച്ചുപോയി. എങ്കിലും മനോധൈര്യം കൈവിടാതെ ജൂനിയർ സ്റ്റാഫുകൾ, സീമാന്മാർ, മറ്റുള്ള സ്റ്റാഫുകളൊക്കെ പേടിച്ച് കുറേ പേർ അക്കോമഡേഷനിലേക്ക് ഓടിപ്പോവുകയും കുറേ പേർ നിലവിളിക്കുകയും ഒക്കെ ചെയ്തു. കോ ക്യാപ്റ്റനും വേറെ 1-2 സീമാന്മാരും ധൈര്യപൂർവ്വം സിറ്റുവേഷൻ കൺട്രോൾ ചെയ്തുകൊണ്ട് ബ്രിഡ്ജിലേക്ക് വയർലെസ് സെറ്റിൽ കൂടെ പറയുന്നുണ്ട്, വലതുവശത്തേക്ക് മാറിപ്പോകണം. പക്ഷേ ബ്രിഡ്ജിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. വളരെ നാരോവിലി അക്കോമഡേഷൻ ഈ ഒരു കൊളീഷൻ ഉണ്ടാകാതെ രക്ഷപ്പെട്ടു. കൊളീഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ കപ്പൽ രണ്ടും അവിടെ മുങ്ങും, കംപ്ലീറ്റ് ആൾനാശം ഉണ്ടാവും. കാരണം സീ റഫാണ്, ആൾക്ക് റെസ്ക്യൂ ഓപ്പറേഷനൊന്നും വേഗം നടക്കുകയില്ല. എനിവേ, ആദ്യത്തെ സംഭവം കഴിഞ്ഞ് ഒരു ദീർഘശ്വാസം വിട്ട് 5 മിനിറ്റ് കഴിഞ്ഞില്ല, അതാ അതിൻ്റെ ഇരട്ടിയായിട്ട് അതിഭയാനകമായൊരു സുനാമി പോലെ, എന്തെന്നാ പറയുക എന്നറിയത്തില്ല. ഈ കഥാകാരൻ മൈസെൽഫ് ഒരുപാട് കാലത്തെ സീ എക്സ്പീരിയൻസ് യാത്രയ്ക്കും ശേഷവും ഇതേപോലെയൊരു സംഭവം നേരിൽ കണ്ടു കഴിഞ്ഞപ്പോൾ സത്യത്തെങ്കിൽ പകയ്ക്കലും ഭയമൊന്നും പുറത്ത് കാണിക്കാതെ ധൈര്യപൂർവ്വം ഫോർവേഡ് സ്റ്റേഷനിൽ നിന്നുകൊണ്ട് ബ്രിഡ്ജിനെ എന്നോട് സ്റ്റാർബോർഡ് വലതുവശത്തേക്ക് മാറുക, റിസ്ക് ഓഫ് കൊളിഷനാണ്, ഡേഞ്ചറാണെന്ന് പറയുന്നുണ്ട്. ബ്രിഡ്ജ് പരമാവധി ശ്രമിക്കുന്നുണ്ട്, റെസ്പോൺസ് ചെയ്യാൻ പറ്റുന്നില്ല. ഭയങ്കരമായ കാറ്റാണ്, തിരകൾ അടിച്ചു കയറുകയാണ്. ആ കപ്പൽ റോളിങ്ങിലും പിച്ചിങ്ങിലും കിടന്ന് കുലുങ്ങിയാണ്. എനിവേ, രണ്ടാമത്തെ അതിഭയാനകമായ സിറ്റുവേഷനിൽ ഞങ്ങളുടെ ഋഷികേശ് കപ്പലിനെ കഴിഞ്ഞും കൂടുതൽ എതിരെ വന്ന കപ്പൽ വളരെ അധികം ഭയപ്പെട്ട് ക്രൂവെല്ലാം ഓടി അക്കോമഡേഷനിലേക്ക് ഓടിക്കയറി പോകുന്ന കാഴ്ച കണ്ടു. അക്കോമഡേഷൻ, 2 കപ്പലിൻ്റെ അക്കോമഡേഷൻ ഭാഗം തകർന്ന് തരിപ്പണമായി. വളരെ നാരോവിലി നിയർ മിസ്സായിട്ട് ഒരു വളരെ ക്ലോസ് പോയിന്റിൽ ഒരു വിധത്തിൽ ഒഴിവായി കപ്പൽ അവിടെ നിന്ന് ആക്സിഡൻറ്റിൽ നിന്ന് രക്ഷപ്പെട്ട് സിംഗപ്പൂരിലേക്ക് തൂക്കിയിട്ട നങ്കൂരവുമായി മെല്ലെ തിരിച്ചു. ഇതാണ് പാർട്ട് 3 എപ്പിസോഡിൽ പറഞ്ഞത്. ഇന്ന് ഈ കഥയുടെ
കപ്പൽ ഭൂതത്തിൻ്റെ ആദ്യ ഭാഗം പൂർത്തിയാകുകയാണ്. രണ്ടാം ഭാഗവും ഉണ്ട്. ആദ്യ ഭാഗം ഇന്ന് ചുരുക്കി പറഞ്ഞ് ഇന്ന് ഇവിടെ പൂർത്തീകരിക്കുക. സുഹൃത്തുക്കളെ, കപ്പൽ അവിടെ നിന്ന് നേരെ സിംഗപ്പൂരിലേക്ക് പുറപ്പെട്ടു. വളരെ റഫ്സിയാണ്. റോളിംഗ് ഉണ്ട്, പിച്ചിങ് ഉണ്ട്. നങ്കൂരം ഇടയ്ക്കിടയ്ക്ക് ബുൾബോസ് ഓയിൽ അടിക്കുന്നുണ്ട്. വാട്ടർ മാനേജ്മെൻറ്റ്, ബാലാസ്റ്റ് സിസ്റ്റം ഒക്കെ ചേഞ്ച് ചെയ്ത് സിംഗപ്പൂർ തന്നെ കപ്പൽ എത്തി. സിംഗപ്പൂർ സ്റ്റേറ്റിലെത്തി. സിംഗപ്പൂർ സ്റ്റേറ്റിൽ ഇതേപോലെ തന്നെ അതിഭയാനകമായ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കേണ്ടതായിരുന്നു. രാത്രിയാണ്. സിറ്റുവേഷൻ അവയറൻസ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്, വെളിച്ചമില്ല. എങ്കിലും അതും ഈ പറഞ്ഞ മാതിരി ഏറ്റവും ഭയാനകമായി നാരോ എസ്കേപ്പിൽ നിന്ന് കപ്പൽ രക്ഷപ്പെട്ടു. കൂട്ടിയിടി നടന്നില്ല. അങ്ങനെ സിംഗപ്പൂർ ആങ്കറേജിൽ ഷിപ്പ് എത്തി. ഷിപ്പ് അവിടെ നിന്ന് വേറെ എക്സ്റ്റേണൽ അസിസ്റ്റൻസ് വേറെയുള്ള ബോട്ടൊക്കെ വിളിച്ച് നങ്കൂരം അതിനകത്ത് ഇറക്കി ഗ്യാസ് കട്ടറും സാധനങ്ങളൊക്കെ വെച്ച് കട്ട് ചെയ്ത് ഫിഗർ ഓഫ് 8 മാറ്റി വീണ്ടും ഷാക്കിലിട്ട് നങ്കൂരം ഉള്ളിലെടുത്ത് ക്ലിയർ ചെയ്തു, ബങ്കർ ചെയ്തു. ഒരു രണ്ടാമത്തെ ദിവസം കപ്പൽ അവിടെ നിന്ന് പുറപ്പെട്ടു. കാരണം സമയമില്ല. ആ ലേക്ക് ആൻഡ് ടൈമിൽ തന്നെ ആസ്ട്രേലിയയിൽ പോർട്ടിലെത്തണം. അങ്ങനെ അതിസാഹസ്യമായി കപ്പൽ അവിടെ നിന്ന് എല്ലാം ക്ലിയർ ചെയ്ത് ആസ്ട്രേലിയക്ക് പുറപ്പെട്ടു. ആസ്ട്രേലിയയിലേക്ക് പോകുന്ന വഴിയും കടൽ പ്രക്ഷുബ്ധമായിരുന്നു. യാത്ര ദുരിതമായിരുന്നു. ആസ്ട്രേലിയയിൽ എത്തി. സുഹൃത്തുക്കളെ, തീർന്നില്ല. അതാ അടുത്ത ഭൂതത്താൻ്റെ പ്രവേശനം പോലെ കപ്പൽ വീണു. ആസ്ട്രേലിയൻ ആങ്കറേജ് വാട്ടറിൽ ആസ്ട്രേലിയൻ പോർട്ട് കൺട്രോൾ കപ്പലിന് ഡെസിഗ്നേറ്റഡ് ആങ്കറേജ് ഏരിയ തന്നു. വളരെ സീ റഫാണ്. റോളിംഗ് ആണ്, പിച്ചിങ് ആണ്, കാറ്റാണ്, വെള്ളം അടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും നങ്കൂരമിടണം. കോ ക്യാപ്റ്റനും ഫോർവേഡ് ടീം, സ്റ്റേഷൻ ടീം ആൾക്കാരും നങ്കൂരമിടുന്നതിന് വേണ്ടി ഫോർവേഡിലേക്ക് പോയി. ബ്രിഡ്ജ് ടീം ബ്രിഡ്ജിൽ മാനുവറിങ് നടത്തി. കൺട്രോൾ ബാക്കി ടോക്കി കൂടെയും വയർലെസ് സെറ്റിൽ കൂടെയുള്ള സംസാരമൊന്നും ക്ലിയർ ആകുന്നില്ല. ഒരു വിധത്തിൽ ഒരു സ്പോട്ട് കണ്ടു. ലെറ്റ് ഗോ ആങ്കർ എന്ന് ബ്രിഡ്ജിൽ നിന്ന് ഓർഡർ വന്നു. ലെറ്റ് ഗോ ആങ്കർ, ക്യാപ്റ്റൻ ഓർഡർ വന്നു. കോ ക്യാപ്റ്റൻ ഓർഡർ കൺവേ ചെയ്തു. ആങ്കർ ലെറ്റ് ഗോ, ആങ്കർ വിടാൻ വേണ്ടി ഇട്ടു. സുഹൃത്തുക്കളെ, എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. മൊത്തത്തിലൊരു പുക കണ്ടു. വിൻഡ്ലാസും ആങ്കറും എല്ലാം കൂടെ അതിഭയങ്കരമായ ശബ്ദത്തോടെ ചെയിൻ. കോ ക്യാപ്റ്റൻ വിചാരിച്ചു വിൻഡ്ലാസും സിസ്റ്റവും എല്ലാം പൊളിഞ്ഞ് കടലിൽ പോയി. ഭയങ്കരമായ പുക പൊങ്ങി. പുകയും പൊടിയും എല്ലാം കൂടെ. നങ്കൂരം ഉണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല. ഓരോ ഒറ്റ റണ്ണൗട്ട്. ഓൾറെഡി ചെയിൻ എല്ലാം കൂടെ റണ്ണൗട്ടായി. എത്ര ഷാട്ടിൽ പോയി. അത് ആരുടെയും കുഴപ്പമല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പൽ റഫ് സീയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. വിൻഡ് ഭയങ്കരമാണ്. എൻജിന് പവർ ഏൽക്കുന്നില്ല. അങ്ങനെ റണ്ണൗട്ട്. ഭാഗ്യമോ നിർഭാഗ്യമോ എന്ന് പറയാൻ പറ്റില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് സ്പീഡ് കുറഞ്ഞു. ഒരു വിധത്തിൽ നോക്കി ഭാഗ്യം കൊണ്ട് ചെയിൻ ഫുള്ളായിട്ട് റണ്ണൗട്ടായില്ല. കപ്പലിൻ്റെ വിൻഡ്ലാസ് തകർന്നില്ല. ചെയിൻ ഉണ്ടായിരുന്നു. എത്രയോ ഷാട്ടിൽ കംപ്ലീറ്റ് തന്നെ പോയി. 11 ഷാട്ടിൽ റണ്ണൗട്ടായി എന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ അപ്രതീക്ഷിതവും ദുരൂഹവുമായ ആ സംഭവത്തിൽ അങ്ങനെ അവിടെ നിന്ന് ആ കപ്പൽ അങ്ങനെ ലോഡിങ് കാത്ത് ആസ്ട്രേലിയയിലെ ഈസ്റ്റേൺ പോർട്ടിൽ അവിടെ വെയിറ്റ് ചെയ്തു. അങ്ങനെ ഈ കഥയുടെ ആദ്യ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. രണ്ടാം ഭാഗം തുടരും. നിങ്ങൾ എല്ലാവർക്കും ഈ കഥ, ഈ സംഭവ പരമ്പര കേൾക്കുകയും കാണുകയും ചെയ്ത സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എൻ്റെ നന്ദി, നമസ്കാരം. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഫ്രീ ആയിട്ട്. ഇത് ഒരു കഥയല്ല, ഇത് യഥാർത്ഥത്തിലുള്ളൊരു സംഭവ കഥാ പരമ്പരയാണ്. നന്ദി, നമസ്കാരം, ബൈ.